ഒരിക്കലൊരു പ്രൊഫസർ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടികളോട് ക്ലാസ്സിലുള്ള കുട്ടികളോട് കയ്യിലൊരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു. അതിന് ശേഷം അത് കയ്യിൽ പിടിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുവാണ്, എത്ര വെയിറ്റ് ഉണ്ടാവും ഈ വെള്ളം നിറച്ച ഗ്ലാസ്സിനെന്ന്. അപ്പോൾ ഓരോ കുട്ടികളായിട്ട് എണീറ്റ് മറുപടി പറഞ്ഞു. 8 ഔൺസ്, 10 ഔൺസ്, 12 ഔൺസ്, 16 ഔൺസ് അങ്ങനെ ഓരോ ഔൺസായിട്ട് ആൻസർ റിപ്ലൈ കൊടുത്തു. അപ്പം പ്രൊഫസർ പറയുകയാണ്, ഓക്കെ, ഞാനത് വെയിറ്റിൻ്റെ കാര്യം വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇത് ഒരു 10 സെക്കൻഡ് പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്, എനിക്കതിൽ വലിയ പ്രശ്നമൊന്നും തോന്നത്തില്ല. ഞാനതൊരു 10 മിനിറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വേദനയൊക്കെ വന്നു തുടങ്ങും. ഞാൻ ഒരു മണിക്കൂർ ഈ ഗ്ലാസ് ഇങ്ങനെ വെള്ളം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ നല്ലതുപോലെ, ഷോൾഡറും കൈയും ഒക്കെ എനിക്ക് നല്ലതുപോലെ വേദനിച്ച് തുടങ്ങും. ഞാൻ ഒരു ദിവസം ഈ വെള്ളം ഫുള്ള് പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ പാരലൈസായി, നമ്പായി, മൊത്തത്തിൽ മരവിച്ചൊരവസ്ഥയിലാവും. സത്യം, നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? പ്രൊഫസർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും വറീസുമെല്ലാം. നമ്മളത് എത്രത്തോളം സമയം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണോ അത്രത്തോളം സമയം അത് നമ്മളെ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഡ്രെയിനാക്കുകയാണ്. കുറച്ച് സമയം നമ്മൾ ആ വിഷമം മനസ്സിൽ വെച്ചു, അവിടെ കളഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്. ബട്ട് നമ്മളങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളത് ആലോചിച്ച് 1 ദിവസം, 2 ദിവസം, 1 മാസം ഇങ്ങനെ പോകും തോറും അത് വീണ്ടും നമ്മുടെ മനസ്സിലും മെൻ്റലിയും നമ്മളെ ഡ്രെയിൻ ചെയ്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഫിസിക്കലിയും നമ്മളെ അത് വളരെയധികം തളർത്തും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് പല വിഷമങ്ങളും ഉണ്ടാവും അല്ലേ? നമുക്കൊരു ഫാമിലി ഇഷ്യൂ ഉണ്ടാവാം, നമുക്ക് എന്താ പറയുക, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ലോസ് ഉണ്ടാവും. പലതരത്തിൽ പല ആൾക്കാരും നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയാം, ഇല്ല് പറയാം, എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മളിത് കുറച്ച് സമയം നമ്മളത് ആലോചിക്കുക. നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസൊക്കെ അത് കരഞ്ഞു തീർത്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ അത് അവിടെ കളയുക. നമ്മൾ എത്രത്തോളം സമയം നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടത്തേ ഉള്ളൂ. അത് നമ്മളെ ഫിസിക്കലിയും ബാധിക്കും, മെൻ്റലിയും ബാധിക്കും. സോ അത് നമ്മൾ കുറച്ച് നേരം ആലോചിക്കുക, അത് കളയുക. നമുക്കൊരു ലൈഫ് ഇനി മുന്നോട്ടുണ്ടെന്ന് ആലോചിക്കുക, അതവിടെ കളഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒരാളെ നഷ്ടപ്പെടും, തീർച്ചയായിട്ടും നമുക്ക് സങ്കടം ഉണ്ടാവും, മനസ്സിൽ ഒരുപാട് ഉണ്ടാവും. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന നമ്മളുടെ വീട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലേ. ഇപ്പം നമ്മളിങ്ങനെ ഇത് ആലോചിച്ച് നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെങ്ങനെയാണ് ഒരു കരുത്ത് നൽകുന്നത്? അതൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് എന്തുണ്ടായാലും നമ്മളത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, അത് കളയുക. ഒരു ജീവിതമുണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ അതിൽ തന്നെ ആലോചിച്ചിരുന്ന് നമ്മളുടെ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഡ്രെയിനായി പോവാതെ ഇരിക്കുകയാണ് വേണ്ടത് കേട്ടോ. നിങ്ങളത് കളയുക, മുന്നോട്ട് ജീവിതം കൊണ്ടുപോവുക. താങ്ക് യു.